ദുഃഖവെള്ളിക്കും ഈസ്റ്ററിനുമൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരുപറ്റം ആളുകൾ. ക്രിസ്തുവാകാൻ തെരഞ്ഞെടുത്തവൻ അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് നോമ്പ് നോക്കി പരിത്യാഗത്തിന്റെ പുണ്യവഴികളിലൂടെ സഞ്ചരിച്ച് ആത്മീയ ചൈതന്യത്തിൽ ഒരുങ്ങി. മറ്റുള്ളവരുമൊക്കെ ഒരുങ്ങി. നോമ്പിന്റെ ഒടുവിൽ ദുഃഖവെള്ളിയിലും ഉത്ഥാനത്തിലുമൊക്കെ തന്റെ റോള് നന്നായിട്ട് സ്റ്റേജിൽ അഭിനയിച്ചവൻ പൂർത്തിയാക്കി. ഉത്ഥാനം കഴിഞ്ഞ് ബാക്കി എല്ലാവരും പഴയ ജീവിതത്തിന്റെ വഴികളിലേക്ക് ചുവടുമാറ്റിയപ്പോഴും ഇവൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഞാൻ ഇനി ഇങ്ങനെ തന്നെ ജീവിച്ചോളാം. ക്രിസ്തുവിന്റെ മറുരൂപമായി. സ്വാഭാവികമായിട്ടും അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ ചെറുപ്പക്കാരനെ വീട്ടുകാര് വെറുത്തു, പുറത്താക്കി. നാട്ടുകാര് അവനെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. ഒടുവിൽ ഇടവകയിലെ പൊതുയോഗം കൂടിയിട്ട് അവനെ പുറത്താക്കാൻ തീരുമാനമെടുത്തു. സങ്കടത്തോടു കൂടിയിട്ടവൻ വഴിയിലൂടെ ആത്മകഥം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ, ഒരേ ഒരു തെറ്റ്, ഞാൻ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ തീരുമാനമെടുത്തു. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് അക്കാലഘട്ടത്തിൽ സ്ഥിരബുദ്ധിയില്ലാത്തവനെന്ന് വിളിക്കാൻ തക്ക വിധമുള്ള ഒരു ക്രിസ്തു സമാനതകളെ ചങ്കിൽ പേറിയവനായിരുന്നു. വിശുദ്ധ ജീവിതങ്ങൾ ഒരുപാട് ഇത്തരം സമാനതകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. മാനസാന്തരത്തിൽ മാത്രം ജീവിച്ചു കടന്നുപോകാൻ അല്ല നോമ്പ് നമ്മളെ വിളിക്കുക. മാനസികമായിട്ട് ചില മാറ്റങ്ങളിലേക്ക്, നിലപാടിന്റെ ചില തിരുത്തലുകളിലേക്ക് മാത്രം പരിമിതപ്പെട്ടാൽ അല്പായുസ് കൊണ്ട് അത് മാറിപ്പോകും. എന്നാൽ രൂപാന്തരപ്പെടണം.